Welcome to Zoology class. So in the last class, we have discussed about drugs, different types of drugs, both derived from the plants and also synthetically prepared. So plant-derived drugs are of three categories: opioids, cannabinoids, and coca alkaloids. And there are numerous synthetically manufactured, synthetically synthesized chemical compounds which act as drugs are also there. Okay. Now in this class, let us see what are the effects of drug abuse. What does drug abuse do to our body? What are the ill effects of drug abuse? Okay, effects of drug abuse. There are so many ill effects for drug abuse. Or the drug abuse badly affects the health of our body. And let us see what are those ill effects of drug abuse. So, as far as students are concerned, the most important ill effect of the drug abuse is drop in academic performance. Drop in academic performance. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡ്രഗ് അബ്യൂസിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവൻ്റെ അക്കാഡമിക് പെർഫോമൻസിൽ വലിയ കുറവുണ്ടാകും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ ഓർ കോളേജ്. അതായത് യാതൊരു വിശദീകരണവും ഇല്ലാതെ, മറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്കൂളിൽ വരാതിരിക്കുക, കോളേജുകളിൽ പോകാതിരിക്കുക, ആബ്സെൻ്റ് ആക്കുക. ഇത് ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു ഇൽ എഫക്റ്റ് മാത്രമല്ല, ഒരു ലക്ഷണം കൂടിയാണ്. ഇത് രണ്ടും ചില ലക്ഷണങ്ങൾ. നമ്മൾ ഇൽ എഫക്ട്സ് മാത്രമല്ല ഈ ക്ലാസ്സിൽ നമ്മൾ പറയാം. ഡ്രഗിന് അഡിക്റ്റ് ആയ ചില ആൾക്കാരെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ ഓർ കോളേജസ് അനദർ എഫക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അനദർ വൺ ഈസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വത്തിൽ കുറവുണ്ടാകുക, അല്ലെങ്കിൽ അതിന് താല്പര്യം ഇല്ലാതിരിക്കുക. മറ്റൊന്ന്, വിഡ്രോവൽ ഫ്രം ഡെയിലി റൂട്ടീൻ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, സാധാരണ നമുക്കൊരു കൃത്യത ഉണ്ടാവും. നമ്മുടെ ജോലികൾക്ക് ഒരു കൃത്യത ഉണ്ടാവും. നമ്മൾ രാവിലെ ഒരു കൃത്യസമയത്ത് എണീക്കുന്നു, അതിന് ശേഷം പ്രഭാതകർമ്മങ്ങൾ ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു കൃത്യത. ഇപ്പോൾ ഈ റൂട്ടീനിന് ചില വ്യത്യാസങ്ങൾ വരിക, ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാതിരിക്കുക, ഇത് ഡ്രഗ് അബ്യൂസിൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ മറ്റൊന്നാണ് ഐസൊലേഷൻ, ഡിപ്രഷൻ ആൻഡ് ഫാറ്റിഗ്. ഐസൊലേഷൻ, മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുക, സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അതുപോലെ കുടുംബ അംഗങ്ങളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുക. അതുപോലെ ഡിപ്രസ്ഡ് ആയിരിക്കുക, എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുക, ഒന്നിലും ഒരു ഉന്മേഷമില്ലായ്മ കാണിക്കുക, നിരാശ ബാധിച്ചവനെ പോലെ ഇരിക്കുക. അതുപോലെ ഫാറ്റിക്, പെട്ടെന്ന് ക്ഷീണിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണിക്കുക. മറ്റൊന്ന്, അഗ്രസീവ് ആൻഡ് റിബല്യസ് ബിഹേവിയർ. ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഡ്രഗിന് അഡിക്റ്റ് ആയ ആൾക്കാരുടെ ലക്ഷണമാണ് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് അക്രമ സ്വഭാവം കാണിക്കുക. നമ്മൾ അഗ്രഷൻ എന്ന് വിളിക്കുക, അഗ്രസീവ് ആവുക. അതുപോലെ തന്നെ റിബല്യസ് ബിഹേവിയർ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിനോട് വളരെ മോശമായ രീതിയിൽ എതിർത്ത് സംസാരിക്കുക. ഇതാണ് റിബല്യസ് ബിഹേവിയർ എന്ന് വെച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു സ്വഭാവം. ഇനി ഡെറ്റീരിയറേറ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അതായത് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുണ്ടായിരുന്ന കുറവ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഡ്രഗ്സ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡ്രഗ്സിൻ്റെ ഇൽ എഫക്ട്സിൽ ഒന്നാണ് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകുന്ന കുറവ്, റിലേഷൻഷിപ്സ് ഉണ്ടാകുന്ന ഒരു കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും, അത് ഫ്രണ്ട്സിനോടുള്ള സമീപനമായാലും, മറ്റു ആൾക്കാരുടെ ബന്ധം ആയാലും അതിലൊരു കുറവ് സംഭവിക്കുന്നു, അതിലൊരു വിള്ളൽ സംഭവിക്കുന്നു. ഓക്കെ,
ഇനി മറ്റൊന്നാണ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്. ഇപ്പോൾ ഹോബീസിൽ ഉള്ള താല്പര്യക്കുറവ്. ഇപ്പോൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഗെയിമൊക്കെ ഏർപ്പെട്ടി ആൾക്കാർ അതിൽ നിന്ന് കുറവ് സംഭവിക്കാം. വായന ശീലമാക്കിയുള്ളവർ അതിൽ നിന്ന് കുറവ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അപ്പോൾ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്. ഇനി മറ്റൊന്ന് ചേഞ്ച് ഇൻ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ആണ്. ചേഞ്ചിങ് ഇൻ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, അതായത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉറക്കത്തിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കുക. ചിലപ്പോൾ കൂടുതൽ സമയം ഉറങ്ങുക, ചിലപ്പോൾ തീരെ ഉറങ്ങാതിരിക്കുക. അതുപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ മാറ്റം വരും. ചിലപ്പോൾ കഴിക്കാതിരിക്കുക, ചിലപ്പോൾ കൂടുതൽ കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ഒരു സിംറ്റമാണ്. ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഒരാൾ ഡ്രഗിന് അഡിക്റ്റായി എന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ കൂടിയാണ് ഇതൊക്കെ. ഇനി ഫ്ലക്ച്വേഷൻസ് ഇൻ വെയിറ്റ്, അപ്പറ്റൈറ്റ് എക്സെട്ര, അതായത് ബോഡി വെയിറ്റ് ചിലപ്പോൾ കണ്ടമാനം വെയിറ്റ് കൂടുക, ചിലപ്പോൾ ഇത് കുറയുക. അതേപോലെ വിശപ്പ് ചിലപ്പോൾ തീരെ, നേരത്തെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെയധികം ഭക്ഷണം കൂടുതൽ കഴിക്കുക. അപ്പോൾ വിശപ്പിലുണ്ടാകുന്ന വലിയ ഏറ്റക്കുറച്ചിലുകൾ. പിന്നെ ഡ്രഗ് അബ്യൂസ് ഹാസ് സം സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഡ്രഗ് അബ്യൂസിന് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ് ഡ്രഗ് അബ്യൂസിൻ്റെ? ധാരാളം സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇവിടെ പറയുന്നത്, ടു ഗെറ്റ് മണി ഫോർ ഡ്രഗ്സ് അഡിക്റ്റഡ് ഇൻഡിവിജ്വൽസ് മേ ടേൺ ടു സ്റ്റീലിംഗ് ആൻഡ് അതർ ക്രിമിനൽ ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് ഡ്രഗ്സ് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സിനൊക്കെ തന്നെ മാർക്കറ്റിൽ നല്ല വിലയുള്ളവയാണ്. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ നന്നായിട്ട് കാശ് ചിലവാക്കി, നന്നായിട്ട് പണം ചിലവാക്കിയേ പറ്റും. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയും മറ്റ് ഇല്ലിസെറ്റ് ആക്ടിവിറ്റീസ്, മറ്റ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു സാധാരണമായൊരു കാര്യമാണ്. അത് ചിലപ്പോൾ മോഷണമാകാം, ചിലപ്പോൾ പിടിച്ചുപറിയാവാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അതുപോലെ കുഴൽപ്പണത്തിൻ്റെ ഏർപ്പാടുകളാവാം, കള്ളക്കടത്താവാം, ഈവൻ മർഡർ ആൾസോ, ഈവൻ അത് കൊലപാതകത്തിലേക്ക് വരെ നയിക്കും. അപ്പോൾ ഇത്തരം ആൻറ്റി സോഷ്യൽ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രൈം, ഡ്രഗ് റിലേറ്റഡ് ക്രൈംസ്, അത് ഈ ഡ്രഗ് അഡിക്ഷൻ്റെ ഒരു ഇൽ എഫക്റ്റാണ്, സോഷ്യൽ ഇംപ്ലിക്കേഷനാണ്. ഓക്കെ. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസർ മേ കോസ് ആക്സിഡൻറ്റ്സ് ആൻഡ് അഫക്ട്സ് ദ ലൈഫ്സ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിൾ. ഇത് നമുക്കറിയാം. ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗിന് അഡിക്റ്റായ ഒരാൾ വാഹനം ഓടിച്ചാൽ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ വാഹനം ഓടിക്കുന്ന സമയത്ത് അയാൾ ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ കൂടി തന്നെ ഡ്രഗ് അഡിക്ഷൻ്റെ ഫലമായി, കണ്ടിന്യൂസ് ഡ്രഗ് അബ്യൂസിൻ്റെ ഫലമായി അയാളുടെ സൈക്കോമോട്ടോർ ആസ്പെക്ട്സിനൊക്കെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. റിയാക്ഷൻ ടൈം കൂടുന്നു. വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഹാൻഡ് ലെഗ് ഐ കോർഡിനേഷൻ, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഹാൻഡ് ലെഗ് ഐ കോർഡിനേഷൻ എന്ന് പറയുന്നത് വാഹനം ഓടി, ഈ കോർഡിനേഷനിലൊക്കെ വലിയ കുറവ് സംഭവിക്കും. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒന്നും അറിയാത്ത ആൾക്കാരായിരിക്കും അപകടത്തിൽപ്പെടുക. അപ്പോൾ ഇത് ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷനാണ്. ഇനി മറ്റൊന്ന്, ഹി പുട്സ് ദ ലൈഫ് ഓഫ് ഹിസ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് ഇൻ ജിയോപാഡി. അതായത് ഡ്രഗ് അഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അയാൾ മാത്രമല്ല, ഒരു പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ അയാൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ഫാമിലി സഫർ ചെയ്യും. അതുപോലെ തന്നെ ഇതിനുവേണ്ടി മുടക്കുന്ന പൈസ ഫാമിലിയെ പോവർട്ടിയിലേക്കും കഷ്ടപ്പാടിലേക്കും ഒക്കെ നയിക്കും. അപ്പോൾ അത് ഫാമിലി മെമ്പേഴ്സിനും കൂടി ഇത് ബാധിക്കുന്നു. അതും ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷനാണല്ലോ. ഡ്രഗ് അബ്യൂസ് മേ ലീഡ് ടു ഇൻഫെക്ഷൻസ് ലൈക്ക് എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. മറ്റൊരു എഫക്റ്റാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എയ്ഡ്സ്. നമുക്കറിയാം ഇത് രണ്ടും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, these are not only sexually transmitted diseases but also can be transmitted in some other ways. ഇപ്പോൾ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസാണ്. എസ്പെഷ്യലി ലിക്വിഡ് ഫോമിലുള്ള ഡ്രഗ് അബ്യൂസ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വഴി, സെയിം സിറിഞ്ച് ഷെയർ ചെയ്യുന്ന വഴിയാണ് ഈ അസുഖങ്ങൾ പകരാനുള്ള ഒരു കാരണം. അപ്പോൾ അങ്ങനെ ഒരു ത്രെട്ട് കൂടി ഈ ഡ്രഗ് അബ്യൂസിനുണ്ട്. ഓക്കെ. ഇനി സംടൈംസ് സ്പോർട്സ് പേഴ്സൺ യൂസ് ഡ്രഗ്സ് ടു ഇൻക്രീസ് ദർ അത്ലറ്റിക് പെർഫോമൻസ്. ഇപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അവരുടെ അത്ലറ്റിക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്.
അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ ഒക്കെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ പലപ്പോഴും കണ്ടെത്തുന്ന കേസുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവരെ അയോഗ്യരാക്കി എന്നൊക്കെ നിങ്ങൾ വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. താൽക്കാലികമായി അവരുടെ അത്ലറ്റിക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. ഇനി സച്ച് ഡ്രഗ്സ് ആർ നാർക്കോട്ടിക്, അനാൾജസിക്, അനബോളിക് സ്റ്റിറോയിഡ്സ്, ഡയൂററ്റിക്സ് ആൻഡ് സെർട്ടൻ ഹോർമോൺസ്. അപ്പോൾ ഇങ്ങനെ അത്ലറ്റിക് പേഴ്സൺസ് ഉപയോഗിക്കുന്ന ഈ ഡ്രഗ്സൊക്കെ അത് നാർക്കോട്ടിക് അനാൾജസിക് ആയിരിക്കാം. അല്ല, നാർക്കോട്ടിക് അനാൾജസിക് എന്ന് പറഞ്ഞാൽ ഡ്രഗ് അബ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വേദന സംഹാരികളുടെ അല്ലെങ്കിൽ ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന, മെഡിക്കൽ പ്രൊഫഷണൽ ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന അനാൾജസിക്, അതായത് വേദന സംഹാരികൾ ആയിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ആനബോളിക് സ്റ്റിറോയിഡ്സ് ആയിരിക്കാം. എന്താണ് ആനബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ മസിലിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്ന ആനബോളിസം, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ്, അതിൽ പ്രധാനപ്പെട്ടത് മസിലിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഈ മസിൽ ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്ന സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെട്ടതാവാം. അതുപോലെ ഡയൂററ്റിക്സ് ആവാം. ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടുന്ന തരത്തിലുള്ള ഡ്രഗ്സ് ആയിരിക്കാം, ഡയൂററ്റിക്സ് ആയിരിക്കാം. അതുപോലെ സെർട്ടൻ ഹോർമോൺസ്, ചിലത് ഹോർമോണൽ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഈ അത്ലറ്റിക്സ് സ്പോർട്സ് പേഴ്സൺസ് അവരുടെ അത്ലറ്റിക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് ധാരാളം ഇൽ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് യൂസ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസസ് മെനി സൈഡ് എഫക്ട്സ്. അപ്പോൾ ഇതിന് ധാരാളം സൈഡ് എഫക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻ ഫീമെയിൽസ്, മാസ്കുലിനൈസേഷൻ ആൻഡ് അബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ റിസൾട്ട്. അപ്പോൾ സ്ത്രീകളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അവരിൽ മാസ്കുലിനൈസേഷൻ ഉണ്ടാകും. അതായത് ചില പുരുഷ സ്വഭാവങ്ങൾ, അതായത് പുരുഷൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ചില സ്വഭാവ സവിശേഷതകൾ, അതായത് രോമങ്ങളുടെ അമിതമായിട്ടുള്ള വളർച്ച, മസിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ശബ്ദത്തിനുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷ സ്വഭാവങ്ങൾ ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യത. അതിനാണ് മാസ്കുലിനൈസേഷൻ എന്ന് വിളിക്കുക. അതുപോലെ അബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ നോർമൽ ആയിരിക്കില്ല, അത് ചിലപ്പോൾ അബ്നോർമലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളാണെങ്കിൽ. ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്സ് ആൻഡ് ഡിപ്രഷൻ. പൊതുവെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത് ഉപയോഗിക്കുന്നവരിൽ അഗ്രസീവ്നെസ് കൂടുതലായിരിക്കും. ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, അതായത് ആക്രമണോത്സുകത കൂടുതലാണ്. മൂഡ് സ്വിങ്സ്, എന്താണ് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ? സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം. പെട്ടെന്ന് ദേഷ്യം വരിക, ചിലപ്പോൾ ദേഷ്യം വന്ന് ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരിക, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അതുപോലെ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എക്സസീവ് ഹെയർ ഗ്രോത്ത് ഓൺ ഫേസ് ആൻഡ് ബോഡി. അപ്പോൾ ഫീമെയിലിനെ സംബന്ധിച്ചാണ് ഇത് കൂടുതൽ ബാധകമാകുക. മുഖത്തും അതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഹെയർ ഗ്രോത്ത് കൂടുതലാവുക. ഇനി എൻലാർജ്മെൻറ്റ് ഓഫ് ക്ലിറ്റോറിസ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്ലിറ്റോറിസിൻ്റെ എൻലാർജ്മെൻറ്റിന് ഇത് വഴിവെക്കുന്നു. എൻലാർജ്മെൻറ്റ് ഓഫ് ക്ലിറ്റോറിസ്. ഓക്കെ, അതുപോലെ ഡീപ്പനിങ് ഓഫ് വോയിസ്. സ്ത്രീകളെ സംബന്ധിച്ചാണ് വീണ്ടും ഇത് പറയുന്നത്. പുരുഷൻ്റെ ശബ്ദത്തിന് സമാനമായ ഒരു ശബ്ദത്തിലേക്ക് ശബ്ദം മാറുന്നു. ഡീപ്പനിങ് ഓഫ് വോയിസ്. ഇനി ഇൻ മെയിൽസ്, അപ്പിയറൻസ് ഓഫ് അക്നെ, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്. ഇപ്പോൾ മെയിൽസിൻ്റെ കാര്യം സെപ്പറേറ്റ് തന്നെ പറയുന്നുണ്ട്. ഇൻ മെയിൽസ്, അപ്പിയറൻസ് ഓഫ് അക്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖക്കുരുവിനാണ് അക്നെ എന്ന് വിളിക്കുക. അക്നെ, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്. അപ്പോൾ അവരിലും ഇതേപോലെ ആക്രമണോത്സുകത അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ അവരിലും ഉണ്ടാകുന്നു. അതുപോലെ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ. അതുപോലെ റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ടെസ്റ്റിക്കിൾസ്. അപ്പോൾ ടെസ്റ്റിസിൻ്റെ ഒക്കെ സൈസ് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ സ്പേം പ്രൊഡക്ഷൻ കുറവായിരിക്കും, സ്പേം കൗണ്ട് കുറയാനുള്ള സാധ്യത ഉണ്ട്. റിഡക്ഷൻ ഇൻ സ്പേം കൗണ്ട്. ഓക്കെ, റിഡക്ഷൻ ഇൻ സ്പേം കൗണ്ട്. ദെൻ ചാൻസ് ഓഫ് ലിവർ ആൻഡ് കിഡ്നി ഡിസ്ഫങ്ഷൻ. ഇപ്പോൾ ലിവറിൻ്റെയും കിഡ്നി ഫങ്ഷനിലേക്കുമൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, പ്രിമാച്വർ ബാൾഡ്നെസ്, പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ്. ഇപ്പോൾ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ പോലെയുള്ള സ്വഭാവങ്ങൾ ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുക. പ്രിമാച്വർ ബാൾഡ്നെസ്, കഷണ്ടി നേരത്തെ, മുടിയൊക്കെ കഴിഞ്ഞ് കഷണ്ടി നേരത്തെ വരിക. പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ
എൻലാർജ്മെൻറ്റ്. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നതുകൊണ്ട് ചില യൂറിനറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡ്രഗ് അബ്യൂസിൻ്റെ ഇൽ എഫക്ട്സ് എന്ന് പറയുന്നത്. അത് സ്ത്രീകൾ ഉപയോഗിച്ചാലും പുരുഷന്മാർ ഉപയോഗിച്ചാലും കുട്ടികൾ ഉപയോഗിച്ചാലും സ്പോർട്സ് പേഴ്സൺ ഉപയോഗിച്ചാലും ഇതിൻ്റെയൊക്കെ ഇൽ എഫക്ട്സ് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ പരമാവധി ഡ്രഗ് അബ്യൂസിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യം മാത്രമല്ല, അതൊരു സൊസൈറ്റി ആകമാനം, ഒരു രാഷ്ട്രത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്മോക്കിംഗ്, എന്തൊക്കെയാണ് സ്മോക്കിങ്ങിൻ്റെ ഇൽ എഫക്റ്റ്, എന്തൊക്കെയാണ് സ്മോക്കിങ്ങിന് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതിലേക്ക് നമുക്ക് പോകാം. സ്മോക്കിംഗ്, അപ്പോൾ എന്തൊക്കെയാണ് സ്മോക്കിങ്ങിൻ്റെ ഇൽ എഫക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സ്മോക്കിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടുബാക്കോ ആണല്ലോ. ഇപ്പോൾ ടുബാക്കോ, പല രൂപത്തിലുള്ള ടുബാക്കോ ആണ് നമ്മൾ സ്മോക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ടുബാക്കോ സ്മോക്കിങ്ങിന് വേണ്ടി മാത്രമല്ല, ച്യൂവിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടായാലും, സ്മോക്കിംഗ് ആയാലും അത് ച്യൂവിങ് ആയാലും, ടുബാക്കോ പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എയ്തർ സ്മോക്ക്ഡ്, ച്യൂവ്ഡ് ഓർ സ്നഫ്ഡ്. സ്നഫിങ് എന്നത് എന്താണ്? നമ്മൾ പൊടി വലിക്കുക എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അത് പൊടി രൂപത്തിൽ നമ്മുടെ മൂക്കിലേക്ക് വെച്ചിട്ട് അതിങ്ങനെ വലിച്ച് എടുക്കുക, അതിനാണ് സ്നഫിങ് എന്ന് വിളിക്കുക. മുറുക്കാനൊക്കെ ചവയ്ക്കുന്നില്ല, അതിനാണ് നമ്മൾ ച്യൂവിങ് എന്ന് വിളിക്കുക. അതുപോലെ സിഗരറ്റ്, ബീഡി ഇവയിൽ ടുബാക്കോ ഉപയോഗിക്കുന്നത് സ്മോക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. നമ്മൾ സ്മോക്കിംഗ് എന്ന് പറഞ്ഞെങ്കിൽ കൂടി ടുബാക്കോ ആണല്ലോ സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ടുബാക്കോയുടെ സൈഡ് എഫക്ട്സ് എല്ലാത്തിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടുബാക്കോ കണ്ടെയ്ൻസ് ആൻ ആൽക്കലോയിഡ് നിക്കോട്ടിൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. ടുബാക്കോയിൽ ഒരു ആൽക്കലോയിഡ് ഉണ്ട്, അതിനെ നിക്കോട്ടിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിക്കോട്ടിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുകയില ചെടിയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. പുകയില ചെടിയാണ്, അതിൻ്റെ ഡ്രൈഡ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിക്കോട്ടിൻ റിലീസസ് അഡ്രിനാലിൻ വിച്ച് ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇങ്ങനെ പുക വലിക്കുമ്പോഴായാലും അത് ചവയ്ക്കുമ്പോഴായാലും സ്നഫ് ചെയ്യുമ്പോഴായാലും എന്തായാലും ഈ ടുബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അഡ്രിനാലിനെ റിലീസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺസ് ആണ് എന്ന് നമുക്കറിയാം. എമർജൻസി ഹോർമോൺസ് എന്നാണ് വിളിക്കുക. അത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അനവസരത്തിൽ ഹാർട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുക, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക, അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. So the smoke contains more than 200 chemicals. Most of them are carcinogens. അപ്പോൾ നേരത്തെ നമ്മൾ ക്യാൻസർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടുബാക്കോയിൽ 200-ലധികം കെമിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ കെമിക്കൽസൊക്കെ കാർസിനോജൻസ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ക്യാൻസർ, അത് വായിലെ ക്യാൻസർ ആവാം, ലങ് ക്യാൻസർ ആവാം, അങ്ങനെ പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കാൻ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് സഹായിക്കും. ഇനി മറ്റൊന്ന് ദേ കോസ് ഓറൽ ക്യാൻസർ, പറഞ്ഞ ലങ് ക്യാൻസർ, ക്യാൻസർ ഓഫ് ദ യൂറിനറി ബ്ലാഡർ, ത്രോട്ട്, അതുപോലെ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാം. ഇപ്പോൾ ക്യാൻസർ കൂടാതെ തന്നെ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാം, എംഫിസീമ ഉണ്ടാക്കാം. അതുപോലെ സി എ ഡി എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്നാണ് അർത്ഥം. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്, അതുമൂലം എന്താണ് കൊറോണറി ആർട്ടറി? ഹാർട്ടിൻ്റെ പേശികൾക്ക്, ഹൃദയപേശികൾക്ക് രക്തം കൊടുക്കുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. ഈ കൊറോണറി ആർട്ടറിയിൽ ക്ലോട്ട് ഉണ്ടാവാൻ സഹായിക്കുന്നു സ്മോക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഫലമായി ഹൃദയപേശികൾക്ക് രക്തം എത്തുന്നത് കുറയുന്നു. അങ്ങനെ ഹൃദയം വീക്കായി മാറുകയും അത് മറ്റ് കാർഡിയാക് പ്രശ്നങ്ങൾ, ഹാർട്ട് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതിനാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കുന്നത്. ബ്രോങ്കൈറ്റിസ് എന്താണ്? ബ്രോങ്കസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതിനാണ് നമ്മൾ വിളിക്കുക ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കുക. അതുപോലെ എംഫിസീമ ആൽവിയോളസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എംഫിസീമ ആൽവിയോളസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനും നീർക്കെട്ടും
അതിനാണ് എംഫിസീമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടില്ല, ശ്വാസം കിട്ടില്ല, അതുപോലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ലങ് കപ്പാസിറ്റി കുറയും. മറ്റൊന്ന് ഗ്യാസ്ട്രിക് അൾസർ. ഗ്യാസ്ട്രിക് അൾസർ, ആമാശയത്തിലുണ്ടാകുന്ന അൾസർ, ചില വ്രണങ്ങൾ. അതുപോലെ ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ടു ഓർഗൻസ്. അപ്പോൾ നമ്മുടെ പല ഓർഗൻസിലേക്കും ബ്ലഡ് സപ്ലൈ ഡിക്രീസ് ചെയ്തു പോകും. അപ്പോൾ ഈ ആർട്ടറി ചുരുങ്ങിപ്പോകും. അപ്പോൾ അത് ഈ നിക്കോട്ടിൻ്റെ അതുപോലെ ഈ ടുബാക്കോ അടിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആർട്ടറി ചുരുങ്ങിപ്പോവുക. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കാലുകളിലേക്ക്, ലോവർ റീജിയൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ, ആർട്ടറീസ് ഒക്കെ ചുരുങ്ങി അങ്ങോട്ടൊക്കെ ബ്ലഡ് സപ്ലൈ ഒക്കെ കുറഞ്ഞു പോകും. അപ്പോൾ സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാർ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറഞ്ഞിട്ട് കാല് മുറിച്ച് മാറ്റേണ്ടൊക്കെ അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്മോക്കിങ്ങിൻ്റെ ഇൽ എഫക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ടുബാക്കോ സ്മോക്ക് കണ്ടെയ്ൻസ് കാർബൺ മോണോക്സൈഡ്. ഇതൊരു മറ്റൊരു പ്രശ്നമാണ്. ടുബാക്കോ സ്മോക്ക് കണ്ടെയ്ൻസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ലീഡ്സ് ടു കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. അപ്പോൾ എന്താണ് ഈ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ടുബാക്കോയിലുള്ള കാർബൺ മോണോക്സൈഡ് ആയാലും മറ്റ് സ്രോതസ്സിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് ആയാലും കാർബൺ മോണോക്സൈഡ് നമുക്ക് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വാതകമാണ്. കാർബൺ മോണോക്സൈഡ് എന്താണ് പ്രശ്നം? എന്താണ്? നമുക്കറിയാം, ഹീമോഗ്ലോബിൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, അല്ലേ? ഹീമോഗ്ലോബിൻ കാർബൺ ഡയോക്സൈഡുമായിട്ടും കമ്പൈൻ ചെയ്യും, ഓക്സിജനുമായിട്ടും കമ്പൈൻ ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പാർഷ്യൽ പ്രഷർ. ഹീമോഗ്ലോബിന് ഓക്സിജനോടുള്ള അഫിനിറ്റിയും കാർബൺ ഡയോക്സൈഡിനോടുള്ള അഫിനിറ്റിയും തുല്യമാണ്. പക്ഷേ ഏതിനോട് ഇത് കമ്പൈൻ ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർഷ്യൽ പ്രഷർ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണെങ്കിൽ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതലെങ്കിൽ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. ദാറ്റ് മീൻസ് ദ കോമ്പിനേഷൻ ഓർ ദ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് റിവേഴ്സിബിൾ. അത് റിവേഴ്സിബിൾ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്നാൽ ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ് hemoglobin only combines with the carbon monoxide because it has more affinity towards carbon monoxide. ഇപ്പോൾ ഓക്സിജനേക്കാൾ കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനോട് ഒരു അഫിനിറ്റി ഉണ്ട്. അപ്പോൾ ഇറ്റ് കമ്പൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ മോണോക്സൈഡ്, ഇറ്റ് കമ്പൈൻസ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ദാറ്റ് കോമ്പിനേഷൻ, ദാറ്റ് അറ്റാച്ച്മെൻറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. അത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്യേണ്ട ഹീമോഗ്ലോബിൻ, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ അതിൽ ഓക്സിജൻ എല്ലാ വാതകങ്ങളും ഉണ്ടല്ലോ, അതിൽ കാർബൺ മോണോക്സൈഡും ഉണ്ടെന്ന് വിചാരിക്കാം. ഹീമോഗ്ലോബിൻ ലങ്സിൽ നിന്ന് ഈ ഹീമോഗ്ലോബിൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? ബ്ലഡിൽ എത്തിക്കഴിയുമ്പോൾ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? കാർബൺ മോണോക്സൈഡുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്യേണ്ട ഹീമോഗ്ലോബിനൊക്കെ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതൊരു ഇറിവേഴ്സിബിളാണ്. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നു. അതായത് നമ്മുടെ ബ്ലഡിൻ്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നു. നമ്മുടെ ഓർഗൻസിനും ടിഷ്യൂസിനും ഓർഗൻസിനും ആവശ്യമുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്നു. ഇതിനാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്ന് വിളിക്കുക. കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. ഇപ്പോൾ പുകവലിക്കുന്ന ഒരാളുടെ പുകയിൽ ധാരാളം കാർബൺ മോണോക്സൈഡ് അങ്ങനെയുണ്ട്. ഇത് ലങ്സിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ദ ഹീമോഗ്ലോബിൻ കമ്പൈൻസ് വിത്ത് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുന്നു. ദിസ് ഈസ് കോൾഡ് കാർബൺ മോണോക്സൈഡ് പോയ്സൺ. അപ്പോൾ ഇതൊരു സ്മോക്കിങ്ങിൻ്റെ മറ്റൊരു ഇൽ എഫക്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കഹോളിസം. ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഇൽ എഫക്ട്സ് എന്താണ് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൽക്കഹോളിൽ ഒരുവിധം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാവിധ ഓർഗൻസിനെയും എല്ലാ ഓർഗൻസിനെയും നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് ആൽക്കഹോൾ. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ ഓർഗനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു, അതുപോലെ ഹാർട്ടിനെ ബാധിക്കുന്നു, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നു, ഇറഗുലർ പൾസ് ഉണ്ടാക്കുന്നു, എൻലാർജ്ഡ് ഹാർട്ട് വലിപ്പം കൂടാൻ സഹായിക്കുന്നു, അതുപോലെ ലങ്സിനെ ബാധിക്കുന്നു. ഇങ്ങനെ എല്ലാ ഓർഗൻസിനെയും, ലിവറിനെ ബാധിക്കുന്നു, ലിവറിൽ അത് സിറോസിസ് ആൻഡ് ലിവർ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ സെക്ഷൽ ഓർഗൻസിനെ ബാധിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇത്,
ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും, സ്പേം കൗണ്ട് കുറയാൻ കാരണമാകും. അതുപോലെ വിമനെ ബാധിക്കുന്നു, സെക്ഷൽ ഓർഗൻസിൽ വിമനിലുള്ള സെക്ഷൽ ഓർഗൻസിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ ബ്രെയിനിനെ ബാധിക്കുന്നു, ബ്രെയിൻ ആക്ടിവിറ്റി കുറയും, ലോസ് ഓഫ് മെമ്മറി ഉണ്ടാകും, ഹാലൂസിനേഷൻസ് ഉണ്ടാകും. അതുപോലെ സ്റ്റൊമക്കിനെ ബാധിക്കുന്നു, സ്റ്റൊമക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നു, അൾസേഴ്സ് ഉണ്ടാകുന്നു. അതുപോലെ ഓക്കെ, ഇനി അതുപോലെ പാങ്ക്രിയാസിനെ ബാധിക്കുന്നു, ഇൻഡസ്റ്റൈനെ ബാധിക്കുന്നു, മസിൽസിനെ ബാധിക്കുന്നു, സ്കിന്നിനെ ബാധിക്കുന്നു. ഇങ്ങനെ ഒരുവിധം എല്ലാ ഓർഗൻസിനെയും ഈ ആൽക്കഹോൾ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഡ്രഗ് അബ്യൂസിൻ്റെ ഇൽ എഫക്ട്സ് നമ്മൾ കണ്ടു, സ്മോക്കിങ്ങിൻ്റെ ഇൽ എഫക്ട്സ് നമ്മൾ കണ്ടു, അതുപോലെ ആൽക്കഹോളിസത്തിൻ്റെ ഇൽ എഫക്ട്സ് നമ്മൾ കണ്ടു. ഓക്കെ, we shall wind up the class here. We'll see you in the next class.